ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും കഴിഞ്ഞ ഓണം എക്സാമിന് വന്നൊരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ ഈ ഓണം എക്സാമിന് വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ സെയിം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട മറ്റ് ചില ചോദ്യങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. ഒരു വലിയ സർക്കിളും തന്നിട്ടുണ്ട്, ഒരു ചെറിയ സർക്കിളും തന്നിട്ടുണ്ട്. ഈ വലിയ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ് സി എന്ന് പറയുന്നത്. ഈ ചെറിയ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം O ആണ്. ഇനി എ പി എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. എ ക്യു എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഈ രണ്ട് സർക്കിൾസും എ ബി എന്നീ രണ്ട് പോയിന്റ്സിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അഥവാ കൂട്ടിമുട്ടുന്നുണ്ട്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പി ബി ക്യു ഈ മൂന്ന് പോയിന്റ്സുകൾ ഒരേ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് പിയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് ക്യൂയിലേക്കും നമ്മൾ രണ്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ പി മുതൽ ക്യൂ വരെയുള്ള ആ ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. പിയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് ക്യൂയിലേക്കും നമുക്ക് ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഇനി ബിയിൽ നിന്ന് എയിലേക്ക് കൂടെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണ് ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത്. ഇതൊരു സർക്കിൾ ആണ്. ഇത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. ഈ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡയമീറ്റർ അഥവാ വ്യാസം. ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തത്തിലെ ഡയമീറ്ററിൽ നിന്നും ആ വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു ആംഗിളും എത്ര അളവായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. അത് ഏത് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ പി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. എ പി എന്ന ഈ ഒരു ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് എ ബി പി എന്ന ഈ ഒരു ആംഗിൾ. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ക്യു. ഈ ഒരു ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ എ ബി ക്യു. അതായത് ഈ ഒരു ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? സെയിം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് രണ്ടും ഇവിടെ എഴുതാം. ആംഗിൾ എ ബി പി എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ആംഗിൾ എ ബി ക്യു എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാണ്. ഓക്കെ, അപ്പൊ അതായത് പി ബിയും ബി ക്യൂവും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതായത് പി ബി എന്ന ഈ ഒരു ലൈനും ബി ക്യു എന്ന ഈ ഒരു ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയും 90 ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? ആംഗിൾ പി ബി ക്യു എന്നത് 90 ഡിഗ്രിയും 90 ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഒരു ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ലൈൻസ്. ഓക്കെ, രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾസ് അഥവാ കോൺ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണെങ്കിൽ അവ രണ്ടും പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനി രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾസ് അഥവാ കോണുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ അവ പെർപെൻഡിക്കുലർ ലൈൻസ് അഥവാ ലംബ വരകളായിരിക്കും. ഇനി രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെങ്കിൽ അഥവാ 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പി ബിയും ബി ക്യൂവും തമ്മിലുള്ള ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 180 ഡിഗ്രിയാണ്. അതായത് പി ക്യു എന്ന ഈ ഒരു ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? പി ബി ക്യു എന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ 3 പോയിന്റ്സുകളാണ്. ഹെൻസ് പ്രൂവ്ഡ്. സോ നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ ഒരു പ്രോപ്പർട്ടിയാണ്. അഥവാ ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വരുന്ന ഏതൊരു ആംഗിളും ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. അതായത് രണ്ട് ലൈൻസ് തമ്മിലുള്ള കോണുകൾ 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ സെയിം രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ വളരെ സാധ്യതയുണ്ട്. സോ ഏതൊരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഈ രണ്ട് പ്രോപ്പർട്ടീസ് മനസ്സിൽ വെക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.